എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ എന്ന മലയാളത്തിൻ്റെ വൻപൻ സിനിമ വിജയിക്കേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്. ഇത് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സംവിധായകൻ ദിലീഷ് പോത്തനാണ്. ആ ഒരു അഭിപ്രായത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മലയാള സിനിമാ പ്രേമികൾ 2025 ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ കാണുള്ളൂ. അത് പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന വൻപൻ ക്യാൻവാസിൽ ഒരുങ്ങിയ എമ്പുരാനാണ്. ഈ വരുന്ന മാർച്ച് 27-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസിനെത്തുമ്പോൾ മലയാളത്തിലെ പല റെക്കോർഡുകളും ചിത്രം തകർക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകനായ ദിലീഷ് പോത്തൻ. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസ് മീറ്റിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എല്ലാ സിനിമകളും വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്ര വലിയ ബഡ്ജറ്റിൽ ഇത്രയേറെ പ്രതീക്ഷയോടെ വരുന്ന സിനിമ ആയതിനാൽ എമ്പുരാൻ വിജയിക്കേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ നാളെ എനിക്കും ഇതുപോലെ ഒരു വൻപൻ സിനിമ മലയാളത്തിൽ ചെയ്യണമെങ്കിൽ നിലവിൽ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും എമ്പുരാൻ എന്ന സിനിമ വിജയിക്കുക തന്നെ ചെയ്യും. അതിന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിലീഷ് പോത്തൻ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രം മാറ്റാൻ ഒരുങ്ങിയ സിനിമ തന്നെയാണ് എമ്പുരാൻ. മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്ക് ഒരു കരുത്താണ്. അതുകൊണ്ട് തന്നെയാണ് റിലീസിനോട് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ അപ്ഡേറ്റിന് വേണ്ടി ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതായത് എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതാണ്. വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.